ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ എനിക്ക് ചെയ്ത് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലൊരു വാലന്റൈൻ ഗിഫ്റ്റ് കിട്ടുന്നത്. അതും ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഗോൾഡൻ എഡിഷൻ കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക്. ഇതിന്റെ പാക്കേജിംഗ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫുൾ ഗോൾഡൻ ഫിനിഷിൽ പ്രീമിയം ലുക്ക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഫുൾ മെസ്സേജ് ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പുള്ളി ചെയ്യാനായിട്ട് തന്നെ ഇച്ചിരി പാടാണ്. എന്റെ അൺബോക്സിംഗ് ഒട്ടും ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ ബോക്സ് ഞാൻ കളയാൻ പോകുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ നല്ലൊരു ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉള്ളത് കണ്ടത്. വീട്ടിലെത്താൻ വൈകിയ പായസവും തണിയോ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെ എന്റെ അവസ്ഥ. ഞാൻ വീട്ടിലെത്താൻ കുറച്ച് വൈകിയോണ്ട് തന്നെ എന്റെ ഡയറി മിൽക്കിന്റെ അവസ്ഥ ഇത്തായിരുന്നു കേട്ടോ. എന്റെ ഹേർട്ടിന്റെ ഷേപ്പ് ഒക്കെ കുറച്ചങ്ങ് ചളിങ്ങോ പിളിങ്ങോ ആയിട്ടുണ്ടായി. അല്ലെങ്കിൽ തന്നെ ഷേപ്പിലൊക്കെ എന്തിരിക്കുന്നത് ഷേപ്പ് മാറ്റാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. ഇപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പാറ കഷ്ണം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്ത് പൊരുതി നേടിയടിച്ച്. എന്റെ പല്ലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുള്ളൂ. മെൽറ്റ് ആയാലും ഫ്രീസ് ആയാലും എന്റെ പല്ല് പോയാലും ഐ സ്റ്റിൽ സെലിബ്രേറ്റഡ്. ബിക്കോസ് എന്താ, ഇതെന്റെ ആദ്യത്തെ വാലന്റൈൻസ് ഗിഫ്റ്റ് ആണ്. നീ തരാന്നല്ലേ സ്പോൺസർ ചെയ്തത് ഞാൻ തന്നെ, ഗിഫ്റ്റ് റിസീവ് ചെയ്തത് ഞാൻ തന്നെ. വെറും സെൽഫ് ലവ്. അപ്പൊ ഓക്കെ, ബൈ ബൈ.